ഇപ്പോൾ ഇതാ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും നിൽക്കുന്നത് സന്തോഷവും സങ്കടവും മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനിലാണ് കേട്ടോ. വേറൊന്നുമല്ല, കറക്റ്റ് നമ്മുടെ കല്യാണത്തിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ചേട്ടൻ ബോംബെക്ക് പോവാണ്. ചേട്ടൻ അബ്രോഡ് പോകാൻ വേണ്ടി കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു 10 ഡേയ്സ് ബോംബെയിൽ പോകേണ്ട ആവശ്യമുണ്ട്. സോ കറക്റ്റ് നമ്മുടെ കല്യാണ സമയത്ത് ചേട്ടൻ നാട്ടിലുണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അതായത് സങ്കടം ഞാൻ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. ഞങ്ങൾ ചേട്ടനും കൂടെ സങ്കടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ഗംഭീര ആഘോഷമൊക്കെ ആക്കിക്കൊണ്ട് വരുന്ന ഈ കല്യാണത്തിന് ചേട്ടൻ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു പോയായിരുന്നു. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ചേട്ടൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ്. എബ്രോഡ് പോകാൻ ഒത്തിരി വർഷമായിട്ട് ചേട്ടൻ ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കുഞ്ഞ് ഹാപ്പിനെസ്സും ആശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടൻ ദാ ഇപ്പോൾ ഫ്ലൈറ്റ് കയറി പോകുമ്പോഴേക്കും രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പോൾ ആളെ കൂട്ടിയിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരിക. കാര്യം പിള്ളേർക്ക് 2 പേർക്കും നല്ല സങ്കടമൊക്കെ ഉണ്ടെങ്കിലും മിഠായിയൊക്കെ കൊണ്ടുവരാം, ഇനി പപ്പ കുറേ കളിപ്പാട്ടമൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ അവരും കുറച്ചൊന്ന് എനർജറ്റിക് ആയിട്ടാണ് ചേട്ടനെ യാത്രയാക്കിയത്. ഇനിയിപ്പോൾ ചേട്ടൻ പോകുന്നിടത്ത് അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ആൾ ഇസ്രായേലിലേക്കാണ് പോകുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് ഒരിക്കലും മിസ്സായി പോവാതെ അവിടെ തന്നെ കിടക്കും എക്കാലത്തും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെമ്മറീസൊക്കെ എന്നും പൊടി തട്ടി എടുത്ത് കാണണമെങ്കിൽ കാണാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഓരോ വീഡിയോസും ഞാൻ ഓരോ ഡോക്യുമെൻ്റ് പോലെയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എടുക്കാറ്. അതുപോലെ തന്നെ ഇതും ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു കുഞ്ഞ് സങ്കടം അല്ലെങ്കിൽ വിട്ടുപിരിയുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നാളെ എല്ലാം സെറ്റായി കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള ഫീലിങ്സ് എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ ആലോചിക്കുവാണ് കേട്ടോ. പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റബിൾ ആണ്. ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു ഫ്ലോയിൽ ഒരു ഓളത്തിന് അങ്ങോട്ട് പോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കാം. അപ്പോൾ ചേട്ടനെ ഞങ്ങൾ യാത്രയാക്കി വിട്ടിട്ട് അടുത്ത ചേട്ടനെയും കൂട്ടിയിട്ടാണ് ഇതാ ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചേച്ചിയും പിള്ളേരും ചേട്ടനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുമായിരുന്നു. ആൾക്ക് മുഖത്ത് നല്ല സങ്കടമൊക്കെ ഉണ്ട്, ചിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ചേച്ചിയുടെ മുഖം വാടിക്കഴിഞ്ഞാൽ പിള്ളേർ എന്തായാലും നല്ല ഡൗൺ ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും പ്രവാസികളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഒരു ബെറ്റർ ലൈഫ്, ബെറ്റർ ഫ്യൂച്ചറാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അങ്ങോട്ട് വിചാരിക്കാം.